ഹലോ ഗൈസ്, വെൽക്കം ടു സരോജിനി മാർക്കറ്റ് ഡൽഹി. വിശ്വവിഖ്യാതമായിട്ടുള്ള ഡൽഹി സരോജിനി മാർക്കറ്റിലാണ് ഇങ്ങളെന്ന് ഞാൻ കൊണ്ടുപോകും. നിങ്ങളത് വീഡിയോ കൂടെ ആസ്വദിച്ചോളി. ഞാൻ ഏതായാലും പോയി വന്നിട്ട് അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് പറയാൻ പോകും. ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കയറിയാൽ തന്നെ തുടങ്ങും 100 രൂപ, 250 രൂപ, 350 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും. നിങ്ങൾക്ക് അവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളും എന്തിന് കാന്താരികളുടെ വീക്ക്നെസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിനും ക്യൂടെക്സിനും വെറും 30 രൂപ മാത്രമാണ് അവിടെ തുടങ്ങുന്നത്. അതേപോലെ തന്നെ അവിടെ ഉള്ള വേറെ സംഭവമാണ് ഈ തിരക്ക്. 4 ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇമാതിരി തിരക്ക്. 800 രൂപയ്ക്ക് പറഞ്ഞിട്ടുള്ള സാധനം വെറും 100 രൂപയ്ക്ക് മേടിച്ചതിന്റെ സന്തോഷത്തിൽ കൂടെ ഞാൻ ആൾക്കാരുടെ കൂടെ നടക്കുന്ന കോലാണ് നിങ്ങൾ പാകാം. ഒറിജിനലിനെ വെല്ലുന്ന കോപ്പി സാധനങ്ങൾ വരെ ഇവിടെ കിട്ടാണ്ട്. ഓരോ നേരത്തിനനുസരിച്ച് അവിടെ ഓരോ സാധനത്തിന്റെ വിലകളും മാറുന്നുണ്ട്. പിന്നെ ഇപ്പത്തെ സീസൺ തണുപ്പായതുകൊണ്ട് തന്നെ തണുപ്പിലിടാവുന്ന സാധനങ്ങളാണ് അവിടെ കൂടുതലായിട്ടുണ്ട്. ഈ കാണുന്ന കമ്മലിനൊക്കെ വെറും 30 രൂപ ഉള്ളതിനിട്ടാ. ഇവിടെ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ കുറെ സാധനങ്ങൾ മേടിക്കാം, ജെന്റ്സിന് അത് തപ്പി പിടിക്കാനോ. അവിടെ കണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ തേങ്ങാ കൊത്തി ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ച് കഴിക്കുന്നത്. ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് തന്നെ ഇട്ടിട്ടുള്ളത്. ഒരുമാതിരി വേറെന്തൊരു പോലെ ആയിട്ടില്ല. ആൾക്കാരെ ഫേസ് ചെയ്ത് വർത്താനം പറയാൻ സംസാരിക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം തന്നെ ഇട്ടത്. അല്ലാതെ എനിക്ക് ഭ്രാന്തായിട്ടുണ്ട്. പിന്നെ എങ്ങനെയും കുറച്ച് ആൾക്കാർ ഒരു സർ ഒറിജിനൽ ആണ്, കട്ടെടുത്തതാണ്, അവിടുന്ന് മുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു. അത് നമ്പിയിട്ട് ഒരു സാധനങ്ങൾ അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ സരോജിനി മാർക്കറ്റിന്റെ ഗേറ്റിന്റെ അപ്പുറങ്ങൾ കിടക്കുള്ളൂ. അതിന് മുന്നേ ആ സാധനം കിടന്നു. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. ഞാൻ തന്നെ ഇപ്പൊ എന്തൊക്കെയാ മേടിക്കണം വിചാരിച്ചു വന്നു, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ട് ആമ്പിള്ളേർക്ക് പറ്റിയിട്ടുള്ള സാധനമൊക്കെ അവിടെ കുറവാണ്. പക്ഷെ നേരെ മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ കുറെ ചുറ്റി നടന്ന് ഏകദേശം ലാസ്റ്റ് ക്ഷീണിച്ചപ്പോൾ ലേറ്റ് ഒക്കെ പോവാൻ നേരത്തെ ഞാൻ അവിടുന്ന് തിരിച്ച് റൂമിലേക്കാണ് വിടുന്നത്. അപ്പൊ ഇത്രയും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഹോപ്പ് ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബാദ്ഷാ സൈനിങ്.